നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പെറ്റമ്മയുടെ സ്നേഹം നിധി തട്ടിക്കളഞ്ഞു. കാർത്തികേട്ടിൽ നിന്ന് എനിക്കിപ്പോ കിട്ടുന്നത് പോലും കടം വാങ്ങിയ സ്നേഹം. അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില എന്റെ മകന്റെ ജീവനാ. ഇപ്പതേ എന്റെ കൊച്ചുമോനെ നാട്ടുകാരെ കല്ലെറിഞ്ഞ് അവന്റെ തല പൊട്ടിച്ചിരിക്കുന്നു. തീരുന്നില്ല. ദേ തറവാട്ടിലെ നിലവിളക്ക് തട്ടിമറിച്ച് അടുത്തയാളെ കത്തിച്ചേനെ. ഇനി ഇതൊന്നും അങ്ങനെ തീരില്ല. ഒന്നിനു പിറകെ ഒന്നായി ഒരു തീക്കാറ്റ് പോലെ ചെമ്പക മകനത്തി എല്ലാം വീശിയടിക്കും. കാലദോഷത്തിന്റെ പെരുമഴയാ. നീ കാത്തിരുന്ന് നേരിട്ടോ. അടങ്ങ്, ഇല്ലെങ്കിൽ ഞാൻ എന്റെ പാർട്ട്ണറിൽ പോകും. നീ കരയല്ലേ മോളെ. വല്യേട്ടന് നഷ്ടപ്പെട്ട വേദനയില് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പോകുന്നത്. എടതി മോളെ വിളിച്ചകത്തുണ്ടോ? ചെല്ലേ മോളെ. വീണക്കുഴിയുടെ ആഴം നോക്കി പേടിച്ചു നിൽക്കാതെ കരകയറാനുള്ള വഴിയാണ് ആദ്യം നോക്കേണ്ടത്. അല്ലാതെ അവരവരുടെ നിരാശ മറ്റുള്ളവരോട് തീർക്കലല്ല. നിനക്കിപ്പോ സന്തോഷായില്ലടി? എന്തിനാ ആ മൈഥിലി പോയ ഒഴിവ് നിർത്താൻ നോക്കിയല്ലടി നീ? മൈഥിലി ഉള്ളപ്പോഴും ഞാനിവിടെ ഉണ്ടായിരുന്നു. ആ അത് പുറകീന്ന് ഇപ്പൊ മുന്നിലോട്ട് ഇങ്ങ് കേറി. മീനാക്ഷിയെ കരയിപ്പിച്ചപ്പോ ഒരു സുഖം അല്ലേടി? അവള് കരഞ്ഞപ്പോ ഒരു ചെറിയ സുഖമൊക്കെ ഉണ്ടായിരുന്നു. എന്താ ജഗദീഷ് ചേട്ടാ? നിനക്കൊരു സുഖം കിട്ടി, എനിക്കൊരു സുഖം വേണ്ടേ? നോക്കുകൂലിയായിട്ട് കരുതിയാ മതി. നീ പണിയെടുത്തതിനുള്ള കൂലി ഞാൻ പുറകെ തരാം. കരയാതെ. ജേട്ടൻ ഇല്ലാതായതോടെ അമ്മയുടെ മനസ്സിന്റെ കൺട്രോൾ പോയിരിക്കുക. ആരോട് എന്ത് പറയണമെന്ന് അമ്മയ്ക്ക് തന്നെ അറിയാത്ത പോലെ. പെട്ടെന്നുള്ള ദേഷ്യത്തില് എന്റെ മോളോട് അമ്മ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് മോൾ അതൊന്നും മനസ്സിൽ വെക്കരുത്. മോളുടെ മുത്തശ്ശിയല്ലേ. ഏറെ ഇഷ്ടമുള്ളവരോടല്ലേ ദേഷ്യപ്പെടാൻ പറ്റൂ. മോൾ അത് സാരമാക്കണ്ട. ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല അമ്മേ. മുത്തശ്ശി പറഞ്ഞതിലൊന്നും എനിക്ക് യാതൊരു സങ്കടവും ഇല്ല. മുത്തശ്ശി പറഞ്ഞതൊക്കെ ശരിയായിരിക്കും. എത്ര പെട്ടെന്നാ ഓരോരുത്തരും നല്ലതും ചീത്തയുമായിട്ട് മാറുന്ന, ഐശ്വര്യവും ഐശ്വര്യക്കേടുമായിട്ട് തീരുന്ന. കഴിഞ്ഞ ദിവസം വരെ ഞാൻ ചമ്പകമംഗലത്തെ നിലവിളക്കാണെന്ന മുത്തശ്ശി പറഞ്ഞിരുന്ന ആ നാവ് തന്നെ അത് തിരുത്തി ഞാൻ കരിവിളക്കായിട്ട് മാറി. എന്റെ അച്ഛന്റെ ചിതിക്കരികിൽ നിൽക്കാൻ പോലും അർഹതയില്ലാത്തവളായി മാറി. മോളെ, ഞാൻ തറവാട് മുടിപ്പിക്കാൻ ജനിച്ച സന്തതിയായി. എന്റെ മോളെ, അല്ലെങ്കിലും ഞാനൊരു ഭാഗ്യദോഷി അമ്മ. ദൈവത്താൽ ശപിക്കപ്പെട്ടവള്. ഈ പ്രായത്തിൽ തന്നെ എനിക്ക് എന്റെ അച്ഛനെയും എന്നെ പ്രസവിച്ച അമ്മയെ നഷ്ടപ്പെട്ടു. ഒന്ന് അപകട മരണം,
മറ്റൊന്ന് കൊലപാതകം. ജീവിച്ചിരുന്നപ്പോ പോലും അച്ഛന്റെ സ്നേഹം മുഴുവൻ എനിക്ക് കിട്ടിയിട്ടില്ല. പെറ്റമ്മയുടെ സ്നേഹം ഇത് തട്ടിക്കളഞ്ഞു. കാർത്തിയേട്ടിൽ നിന്ന് എനിക്കിപ്പൊ കിട്ടുന്നത് പോലും കടം വാങ്ങിയ സ്നേഹമാ. മൈഥിലി ഉപേക്ഷിച്ചു പോയപ്പോഴുള്ള ഒരു പ്രതികാരം എന്ന നിലയ്ക്ക് കാർത്തിയേട്ടൻ എന്നെ. മീനാക്ഷി, അങ്ങനെയൊന്നും പറയരുത് മോളെ. ചിന്തയ്ക്ക് പോലും അരുത്. ദേ, കാർത്തിക് നിന്നെ ജീവനാ. അവൻ ഒരിക്കലും നിന്നെ മറക്കില്ല. നോക്ക്, നിനക്ക് നിന്റെ ഈ അമ്മയില്ലേ? മുത്തശ്ശനും മുത്തശ്ശിയും സാവിത്രിയമ്മയും ചെറിയച്ഛനും ഇല്ലേ? ദേ, ഇനി എന്റെ മോൾ അങ്ങനെയൊന്നും പറയണ്ട. അതെ, മുത്തശ്ശിക്ക് നിന്നോട് സ്നേഹമില്ലഞ്ഞിട്ടല്ല. ആ വാള് നഷ്ടപ്പെട്ട എന്റെ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു പോയതാ. പറഞ്ഞത് തെറ്റായി പോയിന്ന് അത് മുത്തശ്ശിക്ക് അറിയാം. എന്നുവെച്ച് പറഞ്ഞു പോയതിനി പിൻവലിക്കാൻ പറ്റുമോ? അതിന്റെ പേരിൽ വിഷമിക്കുന്നുണ്ടാവും പാവം. ദേ, എന്റെ മോള് മനസ്സിൽ നിന്ന് അതൊക്കെ മറന്നേക്ക്. ബന്ധങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ അമ്മ. അതിപ്പോ രക്തബന്ധമായാലും മനുഷ്യബന്ധമായാലും ജീവനാണ്, പ്രാണനാണ് എന്നൊക്കെ പറയും. അവരുടെയൊക്കെ താല്പര്യങ്ങൾക്കെതിരെ എന്തെങ്കിലും വന്നു പോയാ ആ ബന്ധങ്ങൾ വേഗം മുറിഞ്ഞു പോവും. ആ തിരിച്ചറിവൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. മീനാക്ഷി, വിട്ടുപോയ കണ്ണികൾ പലതും വിലക്കി ചേർക്കാൻ പാടാണമ്മ. ഞാൻ അവരുടെയൊക്കെ മനസ്സിന്റെ പടി കടന്ന് പുറത്തായി. മോളെ, എന്താ മോളെ ഇങ്ങനെ പറയുന്നത്? അമ്മ പോയിക്കോ. എനിക്കിവിടെ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. അല്ലെങ്കിൽ എന്റെ മനസ്സിന് ഭ്രാന്ത് പിടിക്കും. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.